ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്പായുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹെയർ ഓയിലിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കുക. ഞാനിവിടെ കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ഭൃംഗരാജ്, പിന്നെ നെല്ലിക്ക, ഉള്ളി, വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, എന്നിട്ട് അത് സ്റ്റൗവിൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഓയിലിൻ്റെ ബൗൾ വയ്ക്കണം. അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാക്കരുത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഹെയർ സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ സെക്ഷനിലും നന്നായിട്ട് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്കാൽപ്പ് ഫുള്ള് ഇതുപോലെ ഹെയർ ഓയിലിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ മുടിയുമേയും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് വയ്ക്കണം. പിന്നെ സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ തല മസാജ് ചെയ്യുമ്പോൾ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുമൂലം നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് നറിഷ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും ഈ ഹെയർ ഓയിലിംഗ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്കാൽപ്പിൽ ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയുടെ തുമ്പത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ മുടിയുടെ തുമ്പത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്രിസി ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ ഹെയർ സ്പാ ചെയ്യുമ്പോൾ ഈ ഹെയർ ഓയിലിംഗ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഒരു മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമ്മൾ സെയിം ദിവസം തന്നെ 2 പ്രാവശ്യം മുടി കഴുകുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഹെയർ ഓയിലിംഗ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യുന്നില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഈ എണ്ണ തലയിൽ വച്ചതിന് ശേഷം ഒരു 1 hour കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. നമ്മുടെ തലയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നേരം വെക്കാം. പക്ഷേ ജലദോഷമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അധികം നേരം വെക്കേണ്ട, ഒരു അരമണിക്കൂറൊക്കെ വച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും നന്നായിട്ട് ഓയിലിട്ടതിന് ശേഷം ഒരു കോമ്പ് വെച്ചിട്ട് ഒന്ന് ചീകി കൊടുക്കുക. നമ്മളിട്ട ഓയിൽ എല്ലാവിടേക്കും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റീമിങ്. അപ്പോൾ ഞാനിത് ക്യാമറ ഓണാക്കാതെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഒന്നും എടുത്ത് കാണാമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഒന്നും സേവ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കുക. എന്നിട്ട് ഒരു ടവൽ അതിൽ ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അതിനകത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമ്മൾ ഹെയറിൽ ഇതുപോലെ ചുറ്റിച്ച് വെച്ച് കൊടുക്കുക. ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ സ്റ്റീം ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇങ്ങനെ സ്റ്റീം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടേക്ക് ഹെയർ സ്റ്റീം ചെയ്യുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഹെയർ സ്റ്റീം ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കും, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഹെയറിൻ്റെ ഡ്രൈനെസ്സൊക്കെ കുറയ്ക്കും, പിന്നെന്താ ബ്രേക്കേജൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന ഹെയർ പാക്ക് കൂടുതൽ എഫക്റ്റീവ് ആവാനും ഈ സ്റ്റീമിങ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി തേർഡ് സ്റ്റെപ്പാണ് ഹെയർ പാക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബനാന എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ അലോവേര എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ അലോവേരയാണ് കേട്ടോ. ഏറ്റവും നല്ലത് നാച്ചുറൽ അലോവേര യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതില്ലാത്തവരാണെങ്കിൽ ജെല്ല് യൂസ് ചെയ്താലും മതി. പക്ഷേ ജെല്ലിലൊക്കെ കെമിക്കൽസ് ഉള്ളതുകൊണ്ട് നാച്ചുറലിൻ്റെ അത്രയും എഫക്റ്റ് കിട്ടില്ല. പിന്നെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് നെല്ലിക്കയുടെ പൊടിയും പിന്നെ വേപ്പിലയുടെ പൊടിയാണ്. എന്നിട്ട് ഞാനിതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇനിയിപ്പോൾ വേപ്പിലയുടെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വേപ്പില യൂസ് ചെയ്യാം, പിന്നെ തുളസി യൂസ് ചെയ്യാം, പിന്നെ സാധാരണ നെല്ലിക്കയുടെ പൊടി അല്ലാതെ നമ്മുടെ നോർമൽ നെല്ലിക്കയില്ലേ അത് യൂസ് ചെയ്യാം, ഉലുവ യൂസ് ചെയ്യാം. അങ്ങനെ ഹെയറിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓരോ സെക്ഷൻസ് ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രണ്ടിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ക്രൗൺ പോർഷനിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബനാന എടുക്കുമ്പോൾ റോബസ്റ്റ് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നന്നായിട്ട് പഴുത്ത റോബസ്റ്റ് അല്ലെങ്കിൽ നന്നായിട്ട് പഴുത്ത വലിയ പഴം, നേന്ത്രപ്പഴം, അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ചെറുത് യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ തൈരിൻ്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ തൈര് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, സ്മൂത്താക്കും, സിൽക്കി ആക്കും, അങ്ങനെ. പിന്നെ നെല്ലിക്ക നമ്മുടെ തലയ്ക്ക് നല്ല പിന്നെ ഹെയർ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേപ്പില അകാലനരയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെയർ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആലോവേരയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ആലോവേര നമ്മുടെ ഹെയറിനെ നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, മുടി കൊഴിച്ചിലൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബനാനയാണെങ്കിൽ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കും, പിന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഈ ഹെയർ പാക്ക് ഒരു 30 മിനിറ്റ് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷവർ ക്യാപ്പ് യൂസ് ചെയ്യാം. ഇത് അവിടെ ഇവിടെയും ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ഒന്ന് എവിടെയും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഈ ഹെയർ സ്പാ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യാം കേട്ടോ. നല്ല എഫക്റ്റീവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.